സഭകളിലേക്ക് നോക്കിയാൽ രണ്ട് ടൈപ്പ് മക്കളെ കാണുവാനായിട്ട് കഴിയും. വലിയൊരു കൂട്ടം ആരാധന മക്കൾ, കുറച്ച് അനുഗമന മക്കളെയും കാണും. എല്ലാ സഭകളിലും പറയുന്നത് ആരാധനയെ കുറിച്ചാണ്. അനുഗമനെ കുറിച്ച് പറയുന്ന വളരെ റെയറായിട്ട് ആരെങ്കിലും ഉണ്ടാകുള്ളൂ. യേശു ക്രിസ്തു 4 സുവിശേഷങ്ങളിൽ 25 പ്രാവശ്യത്തിലധികമാണ് ആവശ്യപ്പെട്ടത് എന്നെ അനുഗമിക്കുക. ഒരു പ്രാവശ്യം പോലും ആവശ്യപ്പെട്ടിട്ടില്ല എന്നെ സ്തുതിപ്പാൻ. നമ്മൾ എന്തോ ചെയ്തു? അനുഗമനം വിട്ടിട്ട് ഒരു പ്രാവശ്യം പോലും പറയാത്ത ആരാധനയെ അങ്ങ് ഉയർത്തി. പിതാവിന് ബഹുമാനിക്കുന്നത് പോലെ എല്ലാ ബഹുമാനവും പുത്രന് കൊടുക്കാം, നോ ഇഷ്യൂ. പക്ഷെ യേശു എന്താണ് ആവശ്യപ്പെട്ടത്? അതങ്ങ് ഒഴിവാക്കിയിട്ട് ആരാധനയെ അങ്ങ് ഉയർത്തിയിട്ട് വലിയ ഒട്ടകത്തെ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞു. ഇതുകൊണ്ടാണ് കർത്താവ് യേശു പറഞ്ഞ അന്നത്തെ ദൈവദാസന്മാരോട്, കാപ്പറ്റ ദാസന്മാരെ, നിങ്ങൾ കൊതുകിനെ അരിച്ചെടുക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നു. ഇത് പിശാചിന്റെ ഒരു തന്ത്രമാണ്. അനുഗമിക്കുന്നതിന് വലിയ ചെലവുണ്ട്. അനുഗമിക്കുമ്പോഴാണ് നമ്മൾ ആളുമാറുന്നത്, ആരാധിക്കുമ്പോൾ അല്ല.